ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കുട്ടി എന്ന് പറയാൻ കാരണം ഞാൻ ഉച്ച വരെ എടുത്തിട്ടുള്ളൂ, അതായത് ഒരു മോർണിംഗ് റൂട്ടീൻ പോലെ. കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലോങ് വീഡിയോ ഞാൻ അങ്ങനെ ഇടാത്ത കാരണം വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതിന് ശേഷം മാത്രം ഞാൻ ഫുൾ ഡേ എടുക്കാം. നിങ്ങൾ പറയണം ഫുൾ ഡേ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് കഴുകും. ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നല്ല, ഒരു കുട്ടീനെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ലിങ്ക് ചോദിച്ച് മേടിച്ചൊരു ഫേസ് വാഷാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പേര് നോക്കി വെച്ചോ, എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ അങ്ങനെ ലിങ്ക് കയറി മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീനും കാലത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുക്കും. അത് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ സൺസ്ക്രീൻ ഞാൻ സിക്ക സൺസ്ക്രീനാണ് എടുത്തിരിക്കുന്നത്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറേ സൺസ്ക്രീൻ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഏതാണോ അത് എടുത്തിടും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് സിക്ക സൺസ്ക്രീനാണ്. അത് കഴിഞ്ഞിട്ട് ഐലൈനറും ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടിട്ടാണ് ഞാൻ രാവിലത്തെ വീഡിയോ എടുക്കാറ്. കാരണം കുറേ പേര് കാണാന്തല്ലേ. അപ്പോൾ നമ്മൾ കുളിക്കാതെ എടുക്കുകയാണെങ്കിൽ ഇത്തിരി വൃത്തിക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ടേ ഞാൻ നേരെ അടുക്കളയിൽ കയറുള്ളൂ. അപ്പോൾ ഇവിടെ പാത്രം കഴുകി തരാൻ ഡ്യൂട്ടി കണ്ണൻ്റെയാണ്. അങ്ങനെ ഡ്യൂട്ടി എന്നൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരനാണ് കഴുകി തരിക. അപ്പോൾ ഇന്നലെ രാത്രി കുക്കർ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എനിക്കത് കഴുകി തന്നു. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, അതായത് മീൻസ് വെളിച്ചം ഉണ്ടാവുള്ളൂ അടുക്കളയിൽ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ലൈറ്റ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ തരാൻ പറ്റില്ല, ആമസോണിൽ നിന്നായ കാരണം നമുക്ക് ഇതിൽ ലിങ്കില്ല. എൻ്റെ ഇൻസ്റ്റാ പേജ് തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാവും കേട്ടോ. നല്ല ലൈറ്റാണ്, കാരണം അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ചായ വെക്കുകയാണ്. ഞാനിങ്ങനെ എന്ത് വെക്കുമ്പോഴും കാലത്ത് ആദ്യം തന്നെ അടുപ്പിൻ്റെ മുകളിൽ എന്താ വെച്ചാൽ ഞാനത് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യാറുള്ളൂ. കാരണം അന്നത്തെ കുക്കിങ് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചായ ഞങ്ങൾ ഇടയ്ക്കേ കുടിക്കാറുള്ളൂ കേട്ടോ. കാരണം ചായയോട് വലിയ താല്പര്യമില്ല. ഈ വീട്ടിൽ വന്നതിന് ശേഷം ചായ കൂടി കുറവാണ്. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണൻ ചായ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചായ വെക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ചായ ഒന്നും വെക്കാറില്ല. ഉമ്മറത്ത് ചെന്ന് നോക്കിയപ്പോൾ അച്ഛനും മോനും കൂടെ അവിടെ വിളക്ക് കൊളുത്തുന്നുണ്ട്. ചായ വെച്ചില്ലെങ്കിൽ തന്നെ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ വെക്കും. കാരണം രാവിലെ എനിക്ക് എല്ലാവർക്കും വെള്ളം ദാഹം ഉണ്ടാവും. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഫുള്ളായിട്ട് തിളപ്പിക്കില്ല, കുറച്ചേ തിളപ്പിക്കില്ല. കാരണം കുക്കൂര് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അത് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറില്ല. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്തിട്ട് വേഗം കുടിച്ചു. എനിക്ക് രാവിലെ തന്നെ നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിത് അരി കഴുകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നെസ്റ്റോന്ന് മേടിച്ച സൈക്കിൾ കുറുവ എന്ന് പറഞ്ഞുള്ളൊരു അരിയാണ്. അതാണെങ്കിൽ ഉണ്ടല്ലോ മറ്റുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന അരിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വേവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണനും കൂടിയിട്ട് ചായ കുടിക്കുകയാണ്. കുക്കുവിന് പിന്നെ ചായയോട് വലിയ താല്പര്യമില്ല. ആൾക്ക് വല്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിലാണ് ആൾ ചായ കുടിക്കുള്ളൂ. എന്നാലും ചായ കുടിക്കില്ല, ഇഡ്ഡലി മാത്രം തിന്നിട്ട് പോകുള്ളൂ. അപ്പോൾ ഇന്ന് ചായക്ക് കടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നലെ രാത്രി കൂർക്കപ്പേര് ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ആ കൂർക്കപ്പേര് ഉള്ളതുകൊണ്ടാണ് കണ്ണന്ന് ചായ വെക്കാൻ തന്നെ പറഞ്ഞത്. പിന്നെ ചോറിനുള്ള വെള്ളം തിളച്ചു. അപ്പോഴേക്കും ഞാൻ അരി കഴുകിയത് അടുപ്പത്തിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ച് നേരം കൊണ്ടായി. ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഊറ്റി. കണ്ണൻ്റെ വീട്ടിൽ ചോറിൽ ഉപ്പ് ഇടാണ്ടാണ് ഊറ്റുക. എൻ്റെ വീട്ടിൽ ചോറിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഊറ്റുക. പക്ഷേ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചോറിൽ ഉപ്പ് ഇടാണ്ടാണ് ഊറ്റുക. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഊറ്റുക? അത് കഴിഞ്ഞിട്ട് കുക്കു അതിൻ്റെ ഇടയ്ക്ക് പലഹാരം വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പലഹാരം കൊടുത്തു വിട്ടു. എന്നിട്ട് ചോറ് എൻ്റെ ഇടയ്ക്ക് കുക്കു വന്നിട്ട് പറഞ്ഞു അവന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കഞ്ഞി ചൂടാറാൻ വേണ്ടിയിട്ട് കലത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് കോരിയിട്ട് മാറ്റി വെച്ചു. പക്ഷേ എല്ലാം ചോറൂറ്റലൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ഞാൻ കഞ്ഞി കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് കഞ്ഞി വേണ്ട, ഞാൻ കളിക്കാൻ പോവുക, കുറച്ച് കഴിഞ്ഞിട്ട് മതി കഞ്ഞി. അപ്പോൾ ആ കഞ്ഞിയാണെങ്കിൽ ഇനിയിപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വല്ല ഇവിടെ ഒരു ചെറിയൊരു പ്രാണി ഉണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് കണ്ടിട്ട്, അല്ലാതെ വരുന്നത് കണ്ടിട്ടില്ല, അടച്ച് വെച്ചാൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കഞ്ഞി ഞാൻ എടുത്ത് കുടിച്ചു. എന്നിട്ട് ഞാൻ നേരെ റൂമിൽ പോയിട്ട് അടിച്ചോരാനും തുടയ്ക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ ബെഡ്ഷീറ്റ് കുറച്ച് ദിവസമായി ഒരു മുഷിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി, ഇത്ര ദിവസത്തിനുള്ളിൽ മാറ്റും അങ്ങനെ ഒന്നുമില്ല. മുഷിഞ്ഞെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റും. ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറേ നാൾ അങ്ങനെ തന്നെ എടുക്കും. അതായത് ഇങ്ങനെ നമുക്ക് ബെഡ്ഷീറ്റ് ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് തെന്നി മാറി കിടക്കില്ല. അതിനുശേഷം ഞാൻ അടിച്ചോരി ഫുള്ളായിട്ട് റൂമും ഹാളും ഉമ്മറും ഒക്കെ തുടച്ചു. എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റ് അല്ല അപ്പോഴേക്കും കുക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുക്ക് വന്നിട്ട് പറഞ്ഞു കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും കഞ്ഞി എടുത്തിട്ട് അവന് കഞ്ഞി കൊടുത്തിട്ട് അന്നേരത്തെ അവൻ കഞ്ഞി കുടിച്ചു. കാലത്ത് പുള്ളിക്കാരനെ കഞ്ഞി കിട്ടി അത്രേ ഇഷ്ടം. പിന്നെ കഞ്ഞിയും കൂർക്കപ്പേരി ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാറ്റി വെച്ച പണി ഞാൻ ചെയ്യാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പണി എടുക്കുമ്പോഴാണ് കുക്കുവിന് ഓരോന്ന് ആവശ്യം പറഞ്ഞിട്ട് വരിക കേട്ടോ. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതൊരു 3D അല്ല, വേറെ എന്തോ ഒരു 7D അങ്ങനെ എന്തോ ഒരു ബെഡ്ഷീറ്റാണ്. നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ. നമ്മളിത് കുറേ തവണയായി കഴുകി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ റൈറ്റ് സൈഡ് അല്ല എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക് ഉണ്ടാവും. എന്നിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരുമ്പൽ കുറവാണ്. അതായത് 2 ദിവസം കൂടുമ്പോഴേ തിരുമ്പുള്ളൂ. അല്ലെങ്കിൽ തുണി കൂടുതലാവണ ദിവസം മാത്രമേ തിരുമ്പുള്ളൂ. ഒന്നാമത്തത് കറണ്ട് ബില്ല് അധികം ചിലവാക്കണ്ട, പിന്നെ വെള്ളം അധികം ചിലവാക്കേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ തിരുമ്പുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 ആളുള്ളതുകൊണ്ട് അധികം തുണികൾ ഉണ്ടാവാറില്ല. അപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് തിരുമ്പാറുള്ളൂ.
പിന്നെ കുക്കുവിൻ്റെ യൂണിഫോം മാത്രമാണ് നമ്മൾ ഡെയിലി തിരുമ്പാറുള്ളൂ. അപ്പോൾ ഇന്ന് തിരുമ്പണ ദിവസമല്ല, ഇന്നലെയായിരുന്നു തിരുമ്പണ ദിവസം. അപ്പോൾ തിരുമ്പി കൊണ്ടുവന്ന തുണികളൊക്കെ ഞാൻ മടക്കി ഒതുക്കി പെറുക്കി വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കോവയ്ക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ അടയ്ക്ക കോവയ്ക്ക പിടിക്കാറുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കാണാനും ഭയങ്കര ഇഷ്ടമായി. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോവയ്ക്ക വെക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് എല്ലാം ഉപ്പേരിയാണ്, അതായത് പിന്നെ കുത്തിക്കാച്ചിലും. പക്ഷെ ഞാൻ വേറെ സ്ഥലങ്ങളൊക്കെ എന്നിട്ട് പറയും മെഴുക്ക് പുരട്ടി, തീയൽ, തോരൻ അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പേരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഉള്ളി മുളക് മൂപ്പിച്ചിട്ട് ദാവിയിലിട്ടിട്ട് വേവിച്ചാൽ മതി. അതിപ്പോൾ എന്ത് ഉപ്പേരിയാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിക്കാച്ചാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചാറുണ്ടാവും, ഈ പറഞ്ഞ പോലെ കാച്ചിലൊക്കെ സെയിം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അടുക്കള ഞാൻ തുടച്ചു, അടുക്കളത്തെ പാത്രങ്ങളെല്ലാം കഴുകി. ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ, അതായത് ഉച്ച വരെയുള്ള ഒരു റുട്ടീൻ ഇതാണ്. പിന്നെ രാത്രി എനിക്ക് പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോൺ നോക്കിയിരിക്കുക, പിന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ലോങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതായത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.